1945 ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം, ബാപ്പക്കി തങ്ങളാണ് ആശയം ഇവിടെ പണ്ഡിതന്മാരുടെ ഇടയിൽ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ മുന്നിൽ അദ്ദേഹം വെച്ചു 45 പറയുന്നു, ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കിനി സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവർക്കും ഒരേ തുല്യ അവകാശമായിരിക്കും. അപ്പം മുസ്ലിങ്ങളുടെ കുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി സ്കൂൾ ഉപയോഗിക്കാൻ കിട്ടിക്കൊള്ളണമെന്നില്ല, അവർ മറ്റുള്ളവരും അത് അവകാശപ്പെടും. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ മതപഠനത്തിന് നാം വഴി വേറെ കാണണം എന്ന് സമസ്തയുടെ പണ്ഡിതന്മാരെ ധൈര്യപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ബാപ്പക്കി തങ്ങളാണ്. അങ്ങനെ അവർ ആ വിഷയത്തിൽ ഇറങ്ങി ചിന്തിക്കുകയും 1950 ശേഷം മദ്രസ പ്രസ്ഥാനം ആ ഭാഗത്തേക്ക് സംസ്ഥയുടെ ശ്രദ്ധ തിരിയുകയും അങ്ങനെ മദ്രസകൾ ഉണ്ടാക്കി ആ ഓരോ ഭാഗങ്ങളിലും ചെന്ന് മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ആ ഉണ്ടാക്കുന്ന മദ്രസകൾ ഓരോന്നോരോന്നായി അംഗീകരിക്കുകയും അതിന് പ്രത്യേക സിലബസ് ഉണ്ടാക്കി അങ്ങനെ ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കി അവർ ശൃംഖലയാക്കി തുടങ്ങിയത് 1950 അവിടുന്ന് ഇങ്ങോട്ടാണ് കുട്ടികൾക്ക് മദ്രസ പഠനം തുടങ്ങുന്നത്. അതുവരെ ഊത്തുപള്ളികളും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂളുകളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.